ഇന്ത്യക്കൊരു റിയൽ സ്ലം ഡോഗ് മില്യനർ ഉണ്ട്. സിനിമയല്ല, സിനിമയേക്കാൾ രോമാഞ്ചം തരുന്നൊരു ജീവിതമുള്ളവൾ, കൽപ്പന സരോജ്. പക്ഷെ അവരുടെ കഥ ഇതുപോലൊരു ക്യാച്ചി ഫ്രേസിൽ ഒതുങ്ങുന്നതല്ല. അത് പ്രതിരോധശേഷിയുടെയും ദൃഢനിശ്ചയത്തിൻ്റെയും അസാധ്യമായ സാഹചര്യങ്ങളെപ്പോലും മറികടക്കാനുള്ള ധൈര്യത്തിൻ്റെയും കൂടി കഥയാണ്. ദാരിദ്ര്യത്തിൽ ജനിച്ച് സാമൂഹിക വിവേചനങ്ങൾ അനുഭവിച്ച് ബാല്യവിവാഹത്തിന് വിധേയയായ ക്രൂരമായ ദാമ്പത്യ ജീവിതം നയിച്ച ഒടുവിൽ ആകാശത്തോളം പറന്നുയർന്ന ഒരുവളുടെ കഥ. കൽപ്പന സരോജ് 1961 മഹാരാഷ്ട്രയിലെ റോപ്പർഖേഡ എന്ന ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചത്. അവളൊരു ദളിത് കുടുംബത്തിൽപ്പെട്ടവളായിരുന്നു. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട ഒരു വിഭാഗം. അവളുടെ അച്ഛനൊരു പോലീസ് കോൺസ്റ്റബിളും അമ്മ വീട്ടമ്മയുമായിരുന്നു. അവരുടെ സാമ്പത്തിക സാഹചര്യം വളരെ സാധാരണമായിരുന്നുവെങ്കിലും അവർ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവർ കൽപ്പനയെ ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ ചേർത്തു. എന്നാൽ സ്കൂൾ ജീവിതം അവൾക്കത്ര എളുപ്പമായിരുന്നില്ല. അവളുടെ ജാതിയും ജീവിത സാഹചര്യങ്ങളും കാരണം സഹപാഠികൾ അവളെ നിരന്തരം പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തു. പഠനത്തിൽ കഴിവുണ്ടായിരുന്നിട്ടും അവൾ വിവേചനം നേരിട്ടു. അതുകൊണ്ട് വിദ്യാഭ്യാസം ഒരു വലിയ വെല്ലുവിളിയായി മാറി. കാര്യമായ പഠനവും നടന്നില്ല. പക്ഷെ അവളുടെ ജീവിതം ഒരു വലിയ മാറ്റത്തിലേക്ക് കടന്നത് വെറും 12ാം വയസ്സിലാണ്. അവളെ തന്നേക്കാൾ വളരെ പ്രായമുള്ള ഒരാളോട് വിവാഹം കഴിപ്പിച്ചൊരു ദിവസം. വിവാഹം കൽപ്പനയുടെ ജീവിതത്തിൽ നരകയാതനയാണ് കൊണ്ടുവന്നത്. മുംബൈയിലെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ. അവിടെ അവൾ നിരന്തരം തല്ലും വഴക്കും ശാരീരിക പീഡനവും അനുഭവിച്ചു ജീവിച്ചു. ചേരിയിൽ ജീവിക്കേണ്ടി വന്ന അവൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമല്ലായിരുന്നു. അവളുടെ ബാല്യം മുഴുവൻ നരകത്തിൽ തള്ളി നീക്കി. ഭർത്താവും വീട്ടുകാരും നിരന്തരമായി പീഡിപ്പിക്കുകയും ചെയ്തതോടെ ആ ചെറിയ പെൺകുട്ടി തകർന്നുപോയി. ഒരു ദിവസം അവളുടെ അച്ഛൻ അവളെ കാണാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയോടുകൂടി അയാൾ അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ബാലവിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ പെൺകുട്ടിയെന്ന് മുദ്രകുത്തി സമൂഹം അവളെ ക്രൂരമായി ആക്ഷേപിച്ചു. ഒന്നിനു പുറകെ ഒന്നായി വന്ന ദുഃഖങ്ങളിൽ അവൾ പൂർണ്ണമായും തളരുകയും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഭാഗ്യവശാൽ അവൾ രക്ഷപ്പെട്ടു. അങ്ങനെ ആ നിമിഷം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായി. ഇനിയും ജീവിതം ഉപേക്ഷിക്കാതെ അവൾ തിരിച്ചു പോരാടാൻ തീരുമാനിച്ചു. അങ്ങനെ 16ാം വയസ്സിൽ ഒരു പുതിയ ജീവിതത്തിനായി അവൾ മുംബൈയിലേക്ക് പോയി. തുടക്കത്തിൽ അവൾ ഒരു തയ്യൽക്കാരിയായി ജോലി തുടങ്ങി. ചെറിയ വരുമാനത്തിനായി അവൾ ദിവസവും 16 മുതൽ 18 മണിക്കൂർ വരെ ജോലി ചെയ്തു. ആ പരിശ്രമവും സഹനവും പതിയെ ഫലം കാണാൻ തുടങ്ങി. എന്നാൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുക എന്നതിനോട് അവൾക്ക് താല്പര്യമില്ലായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ ഉയരത്തിലേക്ക് പോകാനും അവൾ നിരന്തരം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ കൽപ്പനയുടെ ഓൺട്രപ്രണർഷിപ്പ് യാത്ര ഒരു ചെറിയ ഫേർണിച്ചർ ബിസിനസ്സിൽ നിന്നാണ് ആരംഭിച്ചത്. ദളിത് ഓൺട്രപ്രണിയർമാർക്കായി സർക്കാർ നൽകിയ ലോൺ സ്കീം ഉപയോഗിച്ച് അവർ ഉല്ലാസ് നഗറിൽ ഒരു ചെറിയ ഫേർണിച്ചർ യൂണിറ്റ് തുടങ്ങി. തൊഴിലാളികളെ മാനേജ് ചെയ്യാനും സപ്ലയർമാരുമായി ഇടപഴകാനും ഉപഭോക്താക്കളിൽ വിശ്വാസം സൃഷ്ടിക്കാനും അവൾക്ക് കഴിഞ്ഞു. അതിലൂടെ അവളുടെ ബിസിനസ് വളർന്നു. അതിനുശേഷം അവൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടന്നു. മുംബൈയിൽ കുറഞ്ഞ ചിലവിൽ വീടുകളുടെ ആവശ്യകത ഉയരുന്നതായി തിരിച്ചറിഞ്ഞ കൽപ്പന ഭൂമി സ്വന്തമാക്കുകയും പ്രോജക്റ്റുകൾ വികസിപ്പിക്കുകയും ചെയ്തു. അവൾ തൻ്റെ പേര് ഒരു ഓൺട്രപ്രണിയറായി ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. കൽപ്പന സരോജിൻ്റെ ഏറ്റവും വലിയ നേട്ടം കമാനി ട്യൂബ്സ് എന്ന കമ്പനിയെ പുനർജീവിപ്പിച്ചതാണ്. ഒരിക്കൽ വളരെ പ്രശസ്തമായിരുന്ന ആ കമ്പനി കടബാധ്യതകളിലും നിയമപ്രശ്നങ്ങളിലും കുടുങ്ങി ആകെ തകർന്ന നിലയിലായിരുന്നു. ആ സമയത്ത് ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. കമ്പനി കോടികളുടെ ബാധ്യതയിൽ മുങ്ങിപ്പോയിരുന്നു. പലർക്കും ഇതൊരു തോറ്റുകിടക്കുന്ന കേസായിരുന്നു. എന്നാൽ കൽപ്പന അതൊരു അവസരമായി കണ്ടു. അവൾ ധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും ആ ചലഞ്ച് ഏറ്റെടുത്തു. കടങ്ങൾ തീർക്കാനും പ്രവർത്തനങ്ങൾ പുനഃസംഘടിപ്പിക്കാനും ജീവനക്കാരുടെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും വിശ്വാസം വീണ്ടെടുക്കാനും അവൾ നിരന്തരം പരിശ്രമിച്ചു. അവളുടെ നേതൃത്വവും ദർശനവും കമാനി ട്യൂബ്സിനെ വീണ്ടും ലാഭത്തിലേക്ക് കൊണ്ടുവന്നു. ഈ നേട്ടം അവൾക്ക് രാജ്യവ്യാപക അംഗീകാരം നൽകി. ഒരിക്കൽ ശക്തിയില്ലാത്തവളായി കരുതപ്പെട്ട ഒരു സ്ത്രീ ഇത്ര വലിയൊരു ബിസിനസ് തിരിച്ചു കൊണ്ടുവന്നത് അതിനെ കൂടുതൽ അസാധാരണമാക്കി. വിജയത്തിന് ശേഷവും അവളുടെ പോരാട്ടം അവസാനിച്ചില്ല. ഒരു സ്ത്രീ ഓൺട്രപ്രണിയറായി നിലനിൽക്കുക, അതും ഒരു പിന്നോക്ക സമൂഹത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയായി നിലനിൽക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ നിരന്തരം പ്രതിരോധങ്ങളും നേരിടേണ്ടി വന്നു. ഇത് പല രീതിയിലും അവളെ ബാധിച്ചു. പുരുഷാധിപത്യ മേഖലകളിൽ പലയിടത്തും വിശ്വാസം നേടാനും പണമുണ്ടാക്കാനുമൊക്കെ അവൾക്ക് കൂടുതൽ പരിശ്രമിക്കേണ്ടി വന്നു. വ്യക്തിപരമായ ഉത്തരവാദിത്വങ്ങളും പ്രൊഫഷണൽ ആവശ്യങ്ങളും തമ്മിൽ ബാലൻസ് കണ്ടെത്തുന്നത് എളുപ്പമല്ലായിരുന്നു. എന്നിരുന്നാലും അവളുടെ സ്ഥിരത അവളെ മുന്നോട്ട് നയിച്ചു. അവൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഠിനമായി ജോലി ചെയ്യുന്നതിലും പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്നതിലും വിശ്വസിക്കുന്നു. ജീവിതം എനിക്ക് ബുദ്ധിമുട്ടുകൾ നൽകി, പക്ഷെ ഞാൻ പോരാടാൻ തീരുമാനിച്ചു.
ആ പോരാട്ടം ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? ചേരിയിലെ ഒരു കോണിൽ ദ്രവിച്ചു പോകുമായിരുന്ന ഒരു സ്ത്രീ ഇന്ന് 900 കോടിയിലധികം മൂല്യമുണ്ടാക്കിയിരിക്കുന്നു. രാജ്യം അവളെ പത്മശ്രീ നൽകി ആദരിച്ചിരിക്കുന്നു. ഒപ്പം രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വനിതാ പുരസ്കാരമായ നാരീശക്തി പുരസ്കാരവും അവൾ നേടിയെടുത്തിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടിയ ഒരു ബുദ്ധിസ്റ്റ് ലീഡർ കൂടിയാണെന്ന് കൽപ്പന. കൽപ്പനയുടെ യാത്ര നമ്മളെ പഠിപ്പിക്കുന്ന ചില ശക്തമായ പാഠങ്ങളുണ്ട്. ജീവിതം എത്ര പരീക്ഷിച്ചാലും പിന്മാറാതെ പോരാടണം. ചെറിയതിൽ നിന്ന് തുടങ്ങാൻ പേടിക്കരുത്. റിസ്കുകൾ എടുക്കണം. ലഭിക്കുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം. ദീർഘകാല ചിന്ത വേണം. വിജയം വ്യക്തിപരമായ സമ്പത്തിൽ മാത്രം ഒതുങ്ങരുത്. അത് മറ്റുള്ളവർക്കും ഗുണം ചെയ്യുന്നതാവണം. കമനി ട്യൂബ്സിൻ്റെ പുനരുജ്ജീവനവും ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം രക്ഷിച്ചതായിരുന്നു. കൽപ്പന സരോജിൻ്റെ ജീവിതം ആധുനിക ഇന്ത്യയിലെ ഏറ്റവും പ്രചോദനകരമായ കഥകളിലൊന്നാണ്. ബാലവിവാഹത്തിൽ നിന്ന് കോടീശ്വര ഓൺട്രപ്രനിയറായി ഉയർന്ന ഈ യാത്ര മനുഷ്യൻ്റെ പ്രതിരോധശേഷിയുടെ തെളിവാണ്. അവളുടെ കഥ നമ്മളോട് പറയുന്നത് ഇതാണ്: വിജയത്തിന് പ്രത്യേക സാഹചര്യങ്ങളൊന്നും ആവശ്യമില്ല. സ്വപ്നം കാണാനും അതിനുവേണ്ടി പോരാടാനും തയ്യാറായാൽ മാത്രം മതി. ഒരിക്കൽ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടു, പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ പ്രയത്നം നിർത്തില്ല. ഇത് നിങ്ങൾക്കും ബാധകമാണ്.